നമ്മളെ ഈ അറിവ് നേടുകയെന്ന് പറഞ്ഞ എവിടെ എത്തൂല. നമുക്ക് അറിവുകൾ വീണ്ടും 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 ചൈനയിൽ പോയെങ്കിലും വിദ്യ അഭ്യസിക്കട്ടെ എന്നുള്ളത് നമ്മളോട് പറഞ്ഞത് വെറുതൊന്നുമല്ല. അപ്പൊ നമ്മളിപ്പോ എന്നും ഇപ്പൊ അത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ജീവിതത്തിലൊക്കെ പകർത്തുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വന്തത്തിന് വേണ്ടിയിട്ട് അറിയാനുണ്ട്. ഒരുപാട് തിരിച്ചറിവുകൾ മേമ തന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ക്ലാസ് ഉണ്ടല്ലോ, എന്താ അവയർനെസ് എന്റെ മോളെ, ആഴത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ചു കയറുന്ന നമ്മളെ വീണ്ടും വീണ്ടും ഇനി എവിടേക്കോ ഇനിയും മാറ്റം വരാനുണ്ട്. അത്രയും നല്ല അവയർനെസ് കേട്ടോ. കേൾക്കണം, നോട്ട്സ് എഴുതി എടുത്തിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കേണ്ട അത്ര അവയർനെസ് ആണ്. അത് പക്വമായ ഭാഷയിൽ ലളിതമായിട്ട് എന്താ അവതരണ രീതി, ഒരു സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്ക് എത്തുന്ന വാക്കുകൾ, അത്രയും തന്മയത്വത്തോടു കൂടി മോള് പറഞ്ഞു തന്നതിനെ കൊടാനുകൂടി നന്ദി പറയണേ. നമ്മുടെ ജീവിതം ഇപ്പോൾ എവിടെയാണോ അതിന് കാരണം നമ്മുടെ സാഹചര്യങ്ങളല്ല, അല്ലേ? നമ്മൾ ദിവസം ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങളാണ്. 30 ദിവസം കഴിഞ്ഞ് നമ്മൾ അതേ ആളായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കും. നിങ്ങൾ എത്ര തവണ തോറ്റിട്ടുണ്ട് പല രീതിയിലായിട്ട്, പല കാര്യങ്ങൾക്കായിട്ട്. ഞാൻ മാറും എന്ന് നിങ്ങൾ എത്ര രാത്രികൾ പറഞ്ഞിട്ടുണ്ട്? നാളെ മുതൽ ഞാൻ മാറും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ മാറും ഓരോ കാര്യത്തിനും, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വ്യായാമം തുടങ്ങും. എല്ലാവരും വലിയ കാര്യത്തിൽ ഒരു ദിവസം കൂടെ തുടങ്ങും. എൻ്റെ വയറൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ, എനിക്ക് കോഴി മസിലായി പോയിട്ടുണ്ടല്ലോ, ഞാനൊന്ന് വ്യായാമം ചെയ്യട്ടെ എന്നൊക്കെ തോന്നും. അങ്ങനെ പറയും, ഞാൻ നാളെ മുതൽ വ്യായാമം തുടങ്ങും എന്ന് പറയും. എത്ര നാളുകൾ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും? പിന്നെ ചിലർ പറയും, ഞാൻ ഫോണ് കുറയ്ക്കും. അതെത്ര തവണ? ഫോൺ നന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, എത്ര ടൈം പോയില്ലേ, കുറച്ച് ഫോണൊക്കെ ഒന്ന് കുറയ്ക്കാം. പക്ഷെ പിറ്റേന്ന് അതേ ഫോണ്, അതേ ഉറക്കം, അതേ അലസത, അതുപോലെ തന്നെ അതേ നെഗറ്റീവ് തിങ്കിങ്. എന്തുകൊണ്ടാ? കാരണം നമ്മുടെ ബ്രെയിനിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ബ്രെയിനിൻ്റെ രഹസ്യ കോഡാണ്. ന്യൂറൽ പാത്വേസ് മാറ്റാനുള്ള ഫോർമുല, ഐഡന്റിറ്റി മാറ്റാനുള്ള ഫോർമുല. ഈ 30 ദിവസം കൊണ്ട് ബ്രെയിന് റീപ്രോഗ്രാം ചെയ്യാനുള്ള ഫോർമുല. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് മാറണോ? ഇങ്ങനെയൊന്നും ആയാൽ പോരാ, എനിക്ക് കുറച്ചുകൂടി മാറാനുണ്ട്, എനിക്ക് ചേഞ്ച് ആവണം എന്ന് തോന്നുന്നവരുണ്ടോ? നിങ്ങൾക്ക് ഈ 30 ദിവസത്തെ ചലഞ്ച് എടുക്കണോ? ഓക്കെ, എൻ്റെ കൂടെ വാ. ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു ബട്ടൺ അമർത്തും. ആ ബട്ടണിൻ്റെ പേരാണ് ആത്മസാക്ഷാത്കാരം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പണമാണോ? അല്ലെങ്കിൽ ബന്ധങ്ങളാണോ? അതല്ലെങ്കിൽ കരിയറാണോ? ആരോഗ്യമാണോ? അല്ല, അത് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഒരു പാറ്റേൺ ആണ്, ഒരു ലൂപ്പാണത്. അതിൻ്റെ പേരാണ് വിഷശീലങ്ങൾ. ഒന്നാമത്തത് നെഗറ്റീവ് തിങ്കിങ് ആണ്, ഉള്ളിലെ ശത്രു. എത്ര പേര് രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഇനിയൊരു ദിവസം എന്ന ചിന്തയോടെയാണ് എഴുന്നേൽക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം, ഇന്നും അതേ ജോലി, ഇന്നും അതേ പ്രശ്നം, ഇന്നും അതേ ബോറടി. നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ശബ്ദം പറയും, എനിക്ക് പറ്റില്ല, ഞാൻ വൈകി, എനിക്ക് ഒന്നിനും ഭാഗ്യമില്ല, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്താ?
ഈ ഇന്നർ വോയിസ്, നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. കാരണം നിങ്ങൾ ആ ചിന്തകളെ സത്യമായി വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. ഞാനൊരു ലേസി പേഴ്സൺ ആണ്. നിങ്ങളത് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ബ്രെയിൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കലും വിജയിക്കില്ല, അതും നിങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് ഭാഗ്യമില്ല, അതും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത്? എന്താ ഞാനിങ്ങനെ? കാരണം നിങ്ങളൊരു നെഗറ്റീവ് സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങളത് റിപ്പീറ്റ് ചെയ്യാം, നിങ്ങളത് ബിലീവ് ചെയ്യാണ്, നിങ്ങളത് റിയൽ ആക്കുക. നമ്മുടെ ബ്രെയിൻ പറയുന്നത് അതേപടി റിയൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത് ലാസിനെസ് ആണ്, മാറ്റിവെക്കലിൻ്റെ കെണി. എന്താ, ഇന്ന് ചെയ്യണം അല്ലേ, നമുക്ക് എന്ത് കാര്യം ഇന്ന് ചെയ്യണമെന്ന് മനസ്സിലുണ്ട്, പക്ഷെ ഇപ്പൊ തുടങ്ങണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. തുടങ്ങാം എന്ന് പറയും. നാളെ ചെയ്താൽ മതി എന്ന് വിചാരിക്കും. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മളെ ബ്രെയിനാണ്. അത് അത്ര അർജന്റ് അല്ല എന്ന് തോന്നിപ്പിക്കുക. സുഖമായിട്ട് ഇപ്പോ നമുക്കതൊക്കെ സുഖമായിട്ട് തോന്നും. ഇതിങ്ങനെ പിന്നെ എന്ന് പറയുന്നത് നാളെ നീളെ. അപ്പോൾ പക്ഷെ അത് നിങ്ങളുടെ എനർജി, ഉറങ്ങിക്കിടക്കുന്ന പൊട്ടൻഷ്യലിനെ മരവിപ്പിക്കുക. ഒരു ഉദാഹരണം പറയാം. ഒരു സാധാരണ മനുഷ്യന്റെ ഒരു കഥയാണ്. ഒരു മനുഷ്യന് രാവിലെ എഴുന്നേൽക്കണം. എത്ര മണിക്ക്? 5 മണിക്ക്. പക്ഷേ അലാറം വെച്ചിട്ടും എഴുന്നേൽക്കില്ല. എങ്ങനെയാ? 5 മിനിറ്റ് കൂടി അടിയുന്നുണ്ടാവും, ഓഫ് ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും ക്ലിക്കായി പോയാൽ വീണ്ടും അത് അടിയും അല്ലേ? കുറച്ച് സമയം കൂടി. ഫോണാണെങ്കിലും അങ്ങനെ. അതൊന്ന് പിന്നെയും കേൾക്കും, പിന്നെയും അടിയും, പിന്നെയും ഓഫ് ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വിളിച്ചാൽ 5 മിനിറ്റ് കൂടി, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി, ഞാൻ തന്നെ എണീക്കും, ഒരു കുഴപ്പമില്ല, കുറച്ച് സമയം കൂടി, അങ്ങനെ പറഞ്ഞിരിക്കും അല്ലേ? അത് 1 മണിക്കൂറായിട്ട് മാറും ചിലപ്പോൾ. അപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കേണ്ട ആള് ചിലപ്പോൾ 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഇനി വ്യായാമം ചെയ്യാനോ നമുക്ക് സമയമില്ല. നമ്മൾ ബോഡി നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് റെഡി ആക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. വയറൊക്കെ ഇങ്ങനെ അതൊന്ന് സെറ്റ് ആക്കണം, ഈ മസിലൊക്കെ ഒന്ന് പവർ ആക്കണം എന്നൊക്കെ. പക്ഷേ 1 മാസം കഴിയുമ്പോൾ എനിക്ക് വ്യായാമം ചെയ്യുന്ന ആളല്ല എന്നൊരു ഐഡന്റിറ്റി. ഇങ്ങനെയാണ് ലാസിനെസ് ഒരു ഐഡന്റിറ്റി ആകുന്നത്. ഇത് ചെയ്യാതെ മാറ്റി വെക്കുന്നതാ. നാളെ ഡബിൾ വെയിറ്റ് ആയിട്ട് തിരിച്ചു വരും അല്ലേ? പിന്നെ ചെയ്യാം. രാവിലെ വിചാരിക്കും വ്യായാമം വൈകുന്നേരം ചെയ്യാമെന്ന്. വൈകുന്നേരം വിചാരിക്കും ഇന്നേതായാലും ഇങ്ങനെ പോയി, നാളെ രാവിലെ മുതൽ ചെയ്യാമെന്ന്. ഒരിക്കലും ചെയ്യാത്ത ജോലി 2-ാം ദിവസം കൂടുതൽ ഭാരമായിട്ടാണ് നമുക്ക് തോന്നുക. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ മാറ്റി വെക്കും. ഇതൊരു ചക്രമാണ്. ഈ ചക്രത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം തുടങ്ങണം. എങ്ങനെ തുടങ്ങണം? ഇന്ന്, ഇപ്പോ, ഈ നിമിഷത്തിൽ നമ്മൾ തുടങ്ങണം. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണ് 3-ാമത്തെ. മറ്റുള്ളവരുടെ കണ്ണുകൾ, മറ്റുള്ളവർ എന്ത് പറയുമോ എന്ന ഒരു ഭയം. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ ആളുകൾ എന്താ പറയാ? ഞാൻ ഇത് പഠിച്ചാൽ ആരെങ്കിലും ഒക്കെ ചിരിക്കോ? ഞാൻ ഇത്രയും വയസ്സായിട്ട് ഞാനിപ്പോ പഠിക്കാൻ പോവുക, ഞാൻ സ്റ്റുഡൻ്റ് ആവാൻ പോവുക, ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്ത് പഠനം? അങ്ങനെയൊക്കെ. ഞാൻ ഈ സ്വപ്നം എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ. ആ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും എന്നെ. അങ്ങനെയൊക്കെ ഒരു തോന്നല്. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മൾ നോക്കുക. എത്ര സ്വപ്നങ്ങളെ ഈ ഒരൊറ്റ ചിന്ത കൊന്നു കളഞ്ഞിട്ടുണ്ടെന്നറിയോ? നമ്മൾ എന്താ വിചാരിക്കുക? മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും? നമ്മുടെ സ്വപ്നത്തെക്കാൾ വലുതെന്താ? നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായമായി പോയിട്ടുണ്ട്. നമ്മളെ ഉള്ളിലേക്കല്ല നമ്മൾ നോക്കുന്നത്, നമ്മളെ സ്വപ്നത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ മറ്റുള്ളവർക്കാണ്. ആ മറ്റുള്ളവരെ നമ്മൾ എപ്പോഴെങ്കിലും കൂടെ നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം. മറ്റുള്ളവർ പഠിച്ചാൽ നമുക്കാവോ?
നമുക്ക് ജോലി ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാ കാര്യമുള്ളൂ. മറ്റുള്ളവർക്കുണ്ടോ? അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. നമ്മളതൊക്കെ വെറുതെ നമ്മളെ മനസ്സിൽ തോന്നുന്നതാ. അവരുടേതായ തിരക്കിലും ജീവിതത്തിലുമാണ് നമുക്ക് തോന്നുന്നതാ മറ്റുള്ളവർന്ന്. ശരിക്കും അത് വേണോ? നമ്മളിലേക്ക് നോക്കുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്കും സമയമില്ല. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നുണ്ട്. അവർക്ക് അവരവരുടെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അവരുടെ ഭയങ്ങളുണ്ട്. നിങ്ങളെ പോലെ തന്നെയല്ലേ അവര്. അവർക്ക് അവരുടെ സ്വപ്നങ്ങളില്ലേ? നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും നോക്കാനാണോ അവർക്ക് സമയം? അത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്നത് നിങ്ങളുടെ തലയിലെ ഒരു സിനിമ മാത്രമാണ്. പക്ഷേ ആ സിനിമയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് വാങ്ങുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ കൊണ്ട് ആ സിനിമയ്ക്ക് പേരാണ് എന്ത്? ആളുകൾ എന്ത് പറയും? നിങ്ങളൊരു സിനിമ ഉണ്ടാക്കുകയാണ്, അവിടെ ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല. നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. അതിന് നിങ്ങൾ തന്നെ ഒരു പേരിടുന്നു. ആളുകൾ എന്ത് പറയും? ആളുകൾ എന്ത് വിചാരിക്കും? നിങ്ങളിത് റിയാലിറ്റി ആക്കി മാറ്റി. അവരതൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ട് അതിനെ ഭയപ്പെടുക. എന്തിനാ അത്? ആവശ്യമുണ്ടോ? ചിന്തിക്ക്. നമ്മളെ സമയം, നമ്മളുടെ ലക്ഷ്യങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ കഴിവുകള് ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്ന് വെച്ച് നിൽക്കുകയാണ്. നമ്മളെ ടൈം വേസ്റ്റ് ആക്കുകയല്ലേ ശരിക്കും. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? കമ്പാരിസൺ. താരതമ്യത്തിന്റെ വിഷമ. താരതമ്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം തുറക്കും, അവിടെ ഒരു സുഹൃത്ത് പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്, മറ്റൊരാള് ഒരു ഫോറിൻ ട്രിപ്പ് പോയിട്ടുണ്ട്, മറ്റൊരാള് ഒരു പ്രമോഷന് കിട്ടിയിട്ട് ഇങ്ങനെ സന്തോഷം പങ്കിടുന്നുണ്ട്, വേറൊരാള് വെഡിങ്ങിൽ ഡയമണ്ട് നെക്ലേസ് ആ വാങ്ങിയിരിക്കുന്നത്. നമ്മളിതൊക്കെ ഇങ്ങനെ കാണാം. നിങ്ങളിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്യുന്നു, രാവിലെ എഴുന്നേറ്റിട്ടില്ല, മുഖം കഴുകിയിട്ടില്ല, പക്ഷേ 19 പേരുടെ സക്സസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തില്? ഇൻസ്റ്റഗ്രാമില്. നിങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുക. ഓ, എന്തൊരു രസമല്ലേ ഇങ്ങനെ കാണാന്. കമ്പാരിസൺ ഈസ് ഈക്വൽ ടു സെൽഫ് റിജക്ഷൻ. ഞാനാകുന്നത് പോരാ എന്ന് പറയുകയാണ് നിങ്ങൾ. എനിക്ക് ഇതൊന്നുമില്ല. നിങ്ങൾ സ്വയം ഒരു ഫെയിലിയർ ആയിട്ട് ലാബൽ ചെയ്യാം. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഫുൾ റിയാലിറ്റി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാം ഇത് കറക്റ്റ് ആണ്, ആയിരിക്കാം, ഇറ്റ്സ് ഓക്കെ, നമുക്കൊരു കാര്യമില്ലേ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആരും അവരുടെ സ്ട്രഗിള് കാണിക്കുന്നില്ല. ആരും അവരുറങ്ങാത്ത രാത്രികൾ പോസ്റ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആരും അവരുടെ കണ്ണുനീര് പോസ്റ്റ് ചെയ്യുന്നില്ല. ആരും അവരുടെ വായ്പകളുടെ കണക്ക് പോസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് അവരുടെ ഹൈലൈറ്റ് റീൽസാ, നിങ്ങളുടെ ബിഹൈൻഡ് ദ സെൻസ് ആയിട്ടാണ്. ഈ കമ്പാരിസൺ ആണ് നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത ഉണ്ടാക്കുന്നത്. എനിക്കൊന്നുമില്ല. ഈ ചിന്ത ബ്രെയിനിൽ രേഖപ്പെടുക. ഞാൻ പിന്നിലാണ്. ഈ ചിന്ത നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നശിപ്പിക്കുക. എന്ത് കണ്ടിട്ട്? അവര് പോസിറ്റീവ്, നല്ല ഹാപ്പി കിട്ടുന്ന, എല്ലാരെയും രസിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ ഇടുള്ളൂ. അത് കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ എന്തിനാ? പിന്നെ ഒരു 5ാമത്തെ കാര്യം പറയാം. കൺസിസ്റ്റൻസി ഇല്ലായ്മ. പൂർത്തിയാക്കാത്തതിന്റെ കഥയാ. നിങ്ങളൊരു കാര്യം തുടങ്ങും, ആദ്യത്തെ 3 ദിവസം സൂപ്പർ എനർജി ആയിരിക്കും. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസമൊക്കെ അടിപൊളി, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ളൊരു മൈൻഡിലായിരിക്കും നമ്മൾ. ആ ഒരു സൂപ്പർ എനർജിയിലായിരിക്കും. 4ാം ദിവസം അല്പം മടി വന്നു. 5ാം ദിവസം എന്തായി? നാളെ ചെയ്യാം, ഇന്നലെ വരെയൊക്കെ ഞാൻ ചെയ്തല്ലോ, അത് നാളെ ആക്കാം ഇല്ലേ. പിന്നെ 6ാമത്തെ ദിവസം ഇതെനിക്ക് വേണ്ട. 7ാം ദിവസം എന്താവും? കിറ്റ്. പിന്നെ അടുത്ത കാര്യം, വീണ്ടും അതേ കഥ. പിന്നെ അടുത്ത കാര്യം. അങ്ങനെ വേറെ 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 നമ്മുടെ മങ്കി മൈൻഡ് പോലെ ഇങ്ങനെ ചാടി 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 കളിക്കും.
ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഒരു പ്രകൃതം. എല്ലാം വേണം, എനിക്ക് വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങും, ലാസ്റ്റ് നമ്മൾ ക്വിറ്റ് ചെയ്യും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്കില്ലും കംപ്ലീറ്റ് ആകുന്നില്ല, ഒരു ബുക്കും തീരുന്നില്ല. നമ്മൾ വായിക്കാൻ ബുക്ക് എടുക്കും, പകുതി വെച്ച് നമ്മൾ നിർത്തിപ്പോകും. ഒരു കോഴ്സും നമുക്ക് ഫിനിഷ് ആകുന്നില്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനേ നോക്കും. ഇന്ന് കോഴ്സ് എടുക്കാനൊക്കെ വിചാരിക്കും, പകുതി വെച്ച് നമ്മൾ നിർത്തും. ഒരു ഗോളും റീച്ച് ആകുന്നില്ല നമുക്ക്. എന്നിട്ട് നമ്മൾ കരുതും എനിക്കത് പറ്റുന്നില്ല, ഞാൻ അങ്ങനെയുള്ള ആളല്ല, എനിക്ക് പറ്റില്ല. എന്താണ് ഇത്? തെറ്റാണ്. കൺസിസ്റ്റൻസി എന്നത് ടാലന്റ് അല്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ടാലന്റ് അല്ല. കൺസിസ്റ്റൻസി എന്നത് ലെക്കല്ല. കൺസിസ്റ്റൻസി എന്നത് മോട്ടിവേഷനും അല്ല, ഒരു ഡിസിഷൻ ആണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ ആണ്. നിങ്ങൾ അതിനെ പ്രയോഗിക്കാത്തത് കൊണ്ട് അത് ശോഷിച്ചു പോയി, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ അതിനെ പ്രയോഗിച്ചില്ല, വേണ്ട വിധത്തിൽ അത് പ്രയോഗിക്കാത്തത് കൊണ്ട് അതങ്ങോട്ട് ശോഷിച്ചു പോയി എന്ന് മാത്രം. എല്ലാ വിജയികളെയും നോക്ക് നിങ്ങൾ, അവർക്ക് മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഇഷ്ടമില്ലെങ്കിലും ചെയ്യും, അതാണ് കൺസിസ്റ്റൻസി. ഇഷ്ടമില്ലെങ്കിലും നമ്മളൊരു കാര്യം, ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്ര ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ എഴുതി വെച്ചാൽ അത് എത്ര തിരക്കാണെങ്കിലും എത്ര മടിയാണെങ്കിലും അത് നമ്മളത് ഒരു ടൈമിന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും. ആറാമത്തെ ഒരു കാര്യം, ഡോപ്പമൈൻ ഓവർലോഡ്, പ്ലഷറിന്റെ കെണി. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഒന്നിനോടും തൃപ്തി കാണിക്കുന്നില്ല? എന്തുകൊണ്ട് എല്ലാറ്റിനും ഇനിയും വേണമെന്ന് തോന്നുന്നു? നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. എന്തുകൊണ്ട് ഓരോ കാര്യത്തിലും മനസ്സ് നിൽക്കുന്നില്ല? ഇങ്ങനെ ചാഞ്ചാടി കളിക്കുന്നു, ഒരു മങ്കി മൈൻഡ് പോലെ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നു. കാരണം നിങ്ങളുടെ ഡോപ്പമൈൻ റിസപ്റ്ററുകൾ തകർന്നു. എന്താണ് ഈ ഡോപ്പമൈൻ? ആദ്യം ഡോപ്പമൈൻ എന്നാൽ പ്ലഷർ കെമിക്കൽ എന്നാണ് പലരും കരുതുന്നത്, പക്ഷേ അത് തെറ്റാണ്. ഡോപ്പമൈൻ എന്നാൽ ആന്റിസിപ്പേഷൻ കെമിക്കലാ, പ്രതീക്ഷയുടെ രാസവസ്തുവാണ്. ഒരു ലൈക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നില്ലേ? നമ്മളൊരു വീഡിയോ ഇട്ട് നമുക്ക് ലൈക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഒരു നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ, ഒരു പുതിയ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ, ഒരു റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ, ഒരു ചിപ്സ് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിൽ കണ്ടു നോക്കിയേ, അപ്പോഴൊക്കെ ഡോപ്പമൈൻ എന്ന കെമിക്കൽ ഒരു ചെറിയ അളവിൽ റിലീസ് ആകുന്നുണ്ട്. പ്രശ്നം ഇതാണ്, നിങ്ങൾ ദിവസവും എത്ര തവണ ഈ ചെറിയ അളവ് ആവർത്തിക്കുന്നു? 100, 1000, 10,000? നമ്മളെ ലൈഫിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെയാണ് റിസപ്റ്ററുകൾ തളരുന്നത്? നിങ്ങളുടെ ബ്രെയിനിൽ ചെറിയ ആന്റിനകൾ പോലെയുള്ള കാര്യങ്ങളുണ്ട്, അവയാണ് ഡോപ്പമൈൻ റിസപ്റ്ററുകൾ. അതാണ് ഇവ ഡോപ്പമൈനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഡോപ്പമൈൻ വളരെയധികം അളവിൽ വളരെയധികം തവണ റിലീസ് ചെയ്യുമ്പോൾ ഈ ആന്റിനകൾ ഓവർലോഡ് ആകുന്നു, അവ തളരുന്നു, അവ ഇങ്ങനെ മരവിക്കുന്നു. അതിനെയാണ് സെൻസിറ്റൈസേഷൻ കുറയ്ക്കൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ സംവേദനക്ഷമത കുറയുന്നു, സെൻസിറ്റിവിറ്റി കുറയുന്നു. ഇത് ഇങ്ങനെ മനസ്സിലാക്കാം. ആദ്യം ഒരു ലൈക്ക് കിട്ടുമ്പോൾ വലിയ സന്തോഷം, പിന്നീട് ഒരു ലൈക്ക് കിട്ടിയാൽ അത് മതിയാകുന്നില്ല, കുറച്ചുകൂടി വേണം, 10 വേണം, 100 വേണം, 1000 വേണം. പിന്നീട് ഒരു ലൈക്കും എഫക്റ്റ് ആകുന്നില്ല, ഇതൊന്നും പോരെ, എനിക്ക് 1 മില്യൺ ലൈക്ക് അടിക്കണം എന്ന് തോന്നുക. ഇത് ഡോപ്പമൈൻ ഇങ്ങനെ ഒരു ഡ്രഗ് അഡിക്ഷൻ പോലെ, അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ വേണം, കൂടുതൽ എന്ന് ഇതുകൊണ്ടുണ്ടാകുന്ന 4 വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു സിനിമ പൂർത്തിയാക്കാൻ മനസ്സില്ല,
സിനിമ തുടങ്ങുന്നു, 10 മിനിറ്റ് കഴിയുമ്പോൾ ക്ഷമയില്ല, വേഗം മതി എന്ന് തോന്നും. കാരണം ബ്രെയിന് ഫാസ്റ്റ് ഡോപ്പമിൻ വേണം. സ്ലോ സ്റ്റോറി ടെല്ലിങ്ങിൽ തൃപ്തിയില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്, ഫോർവേഡ് ചെയ്യുന്നു, പകുതിയിൽ നിർത്തുന്നു. ക്ഷമ എന്ന ഫാക്കൽറ്റി നശിച്ചു പോയി. ക്ഷമിക്കാനുള്ള ഒരു കഴിവിന് നമ്മൾ ഇപ്പോഴത്തെ മക്കളെ നോക്കിയാൽ അറിയാം, അവരെത്രത്തോളം അവരിൽ നമ്മൾ ക്ഷമ കാണുന്നുണ്ട്, നമ്മളിൽ എത്ര ക്ഷമയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പണ്ടത്തെ ആ ഒരു ക്ഷമ നമ്മളിൽ ഉള്ളിലുണ്ടോ? ഉണ്ടോ? ചിന്തിച്ചോ? ഇപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം പറയാം. ഒരു പുസ്തകം വായിക്കാൻ തോന്നുന്നില്ല. പുസ്തകം വായിക്കാൻ ക്ഷമ വേണ്ടേ? ഫോക്കസ് വേണ്ടേ? ഡോപ്പമിൻ ഓവർലോഡായ ബ്രെയിനിന് ഒരു പേജ് പോലും വായിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ലല്ലോ. ആരാ പുസ്തകം വായിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ മക്കള് പുസ്തകം വായിക്കുന്നുണ്ടോ? വേണ്ട. നമ്മൾ തന്നെ ഫോണല്ലേ ഫസ്റ്റ് എടുക്കുന്നത്. പുസ്തകം വായിക്കുന്നുണ്ടോ? 3 പേജ് കഴിയുമ്പോൾ എന്താ ഇത് വലിച്ചു നീട്ടുന്നതെന്ന് തോന്നൂലേ? വായിച്ചോണ്ടിരിക്കുമ്പോ എന്താ ഇതിങ്ങനെ, ഇതിങ്ങോട്ട് തീരുന്നില്ലല്ലോ. ഡീപ്പ് റീഡിങ് എന്ന പഴയ ശീലമൊക്കെ പോയി അല്ലേ? ഒറ്റ ഇരിപ്പിന് ഒരു പുസ്തകം മുഴുവനും വായിക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ ഉണ്ടോ? ഇവിടെ ഉണ്ടോ ഇപ്പൊ ആരെങ്കിലും അങ്ങനെ ഒരാള്? പിന്നെ പോട്ടെ, മൂന്നാമത്തെ ഒരു കാര്യം, ഒരു ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓഫീസിൽ ഇരിക്കുന്നുണ്ട്, 15 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ 5 തവണ ഫോൺ എടുക്കും, ഇമെയിൽ ഓപ്പൺ ചെയ്യുന്നു, വാട്സപ്പ് ചെക്ക് ചെയ്യുന്നു. നമുക്കിങ്ങനെ അതിലിങ്ങനെ റിസ്ക് എടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, ഇത് നിങ്ങളുടെ ബ്രെയിനിന്റെ കുഴപ്പമാണ്. അത് ഡോപ്പമൈൻ ചെറിയ ഇടവേളകളിൽ ഇങ്ങനെ വേണം, ചെറിയ ഇടവേളകളിൽ. നാലാമത്തത്, എപ്പോഴും എന്തെങ്കിലും പുതിയത് വേണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇനിയൊന്ന് എന്ന് തോന്നും, വേറൊരു സാധനം, പുതിയ സാധനങ്ങൾ വേണമെന്ന് തോന്നാം. റീല് കഴിഞ്ഞാൽ അടുത്ത റീല്, ഒരു ഐറ്റം വാങ്ങിയാൽ വേറൊരു ഐറ്റം വാങ്ങണം. പിന്നെ റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ പുതിയത്, ജോബ് കിട്ടിയാൽ പ്രൊമോഷൻ വേണം, ഇത് പോരാ പ്രൊമോഷൻ വേണം. ആ ഒരു കുറച്ച് സമയം പോലും നമുക്ക് ഒരു കാര്യത്തിലും തൃപ്തിയില്ല, സാറ്റിസ്ഫൈഡ് അല്ല, എന്തോ ഒരു ശൂന്യത. അത് ഡോപ്പമൈൻ ഡെഫിഷ്യൻസിയുടെ ലക്ഷണമാണ്. ഇതിന് പേരാണ് ഡോപ്പമിൻ ഡയസ്റെഗുലേഷൻ. ഡോപ്പമിൻ റിസപ്റ്ററുകൾ തളർന്നാൽ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം തോന്നില്ല. ചെറിയ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് സന്തോഷം തോന്നില്ല. രാവിലെ ചായ കുടിക്കുന്നതിൽ സന്തോഷമില്ല. കുട്ടികൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ നമുക്ക് അത്ര സന്തോഷം തോന്നില്ല. സൂര്യോദയം കാണുമ്പോൾ സന്തോഷമില്ല. എന്തുകൊണ്ടാ? കാരണം ബ്രെയിനിന് ഹൈ ഡോപ്പമിൻ മാത്രമേ എഫക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഒരു റീല് 30 സെക്കൻഡ് അല്ലേ, 3 വിഷ്വൽ എഫക്റ്റ്, ലൗഡ് മ്യൂസിക്, ഇൻസ്റ്റന്റ് സർപ്രൈസ്, അതാണ് ഹൈ ഡോപ്പമിൻ. എന്നിട്ട് യഥാർത്ഥ ജീവിതം സ്ലോ ആണല്ലോ. ജീവിതത്തിന് 30 സെക്കൻഡ് ക്ലൈമാക്സ് ഇല്ല. അതുകൊണ്ട് ബ്രെയിന് വിരസത ആകുന്നു. നിങ്ങൾ ബോറഡല്ല. നിങ്ങളുടെ ഡോപ്പമൈൻ റിസപ്റ്ററുകൾ ഡാമേജ്ഡ് ആണ്. ഡോപ്പമൈൻ റീസെറ്റ് ചെയ്യണ്ടേ? ഇതിന് പരിഹാരം ഉണ്ടോ? ഉണ്ട്. എന്താണ് പരിഹാരം? നമ്മുടെ മക്കളും എല്ലാവരും തന്നെ നമ്മൾ ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നമ്മൾ ബ്രെയിനിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ റിയൽ ലൈഫ് മനസ്സിലാക്കുന്നില്ല. 9 ദിവസം, ഇത് അവസാനം പറയാം. 7ാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ. രാത്രി ഉറങ്ങാതെ സ്ക്രോൾ ചെയ്യൂലേ? ഏറ്റവും അപകടകാരി എന്താണെന്നറിയോ? ഈ രാത്രി സ്ക്രോൾ ചെയ്യുന്നതാ. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ്. രാത്രി 11 മണി നിങ്ങൾ ഉറങ്ങാൻ കിടക്കും, ഒരു 5 മിനിറ്റ് മാത്രം ഫോൺ നോക്കാമെന്ന് അങ്ങ് വിചാരിക്കുക. അത് എത്ര മണിയാവും? 12 മണി, 1 മണി, അങ്ങനെയാവൂലേ? ഇനി 10 മിനിറ്റ്, അതും 1 മണിക്കൂറൊക്കെ ആവും. അവസാനത്തെ ഒരു റീല്, അത് 2 ആകും, 1, 2, അങ്ങനെ പോകും. വെറുതെ വിചാരിക്കുക നമ്മൾ ഇപ്പൊ വെക്കാം ഫോണ്, ഇപ്പൊ വെക്കാന്ന് പറയാം. പിന്നെന്താ? ഉറക്കക്കുറവ് എന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അത് മെമ്മറി ലോസ് ഉണ്ടാക്കും. അത്
മൂഡ് ഡിസോർഡർ ആക്കും, ആക്രമണശീലം ഉണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങൾ, ഡിപ്രഷൻ ഉണ്ടാക്കും. അത് ഒരു നമ്മുടെ എല്ലാ കഴിവുകളെയും, നമ്മളെ ഉള്ളിലുള്ള നല്ല നല്ല കഴിവുകളെയൊക്കെ നശിപ്പിക്കും. അത് ഇമ്മ്യൂൺ സിസ്റ്റം ദുർബലമാക്കും. അത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രെയിൻ ഫോഗ്, ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇതാണ് അതിൻ്റെ ആകെ തുക. രാത്രി വൈകി റീലൊക്കെ കണ്ട് കിടന്നു, പറ്റുന്നില്ല, രാവിലെ കുറച്ചുകൂടി ഉറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണം, കഴിയുന്നില്ല എന്നൊക്കെ തോന്നും. ഇത് ലാസിനെസ് അല്ല, ഇത് ഉറക്കക്കുറവിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ ബ്രെയിനിന് ഡീപ്പ് സ്ലീപ്പ് വേണ്ടേ? ആ സമയത്താണ് ബ്രെയിന്, ആ ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മളെ ബ്രെയിന് ക്ലീൻ ആവുന്നത്. ആ സമയത്താണ് ഓർമ്മകൾ ഏകീകരിക്കുന്നത്. നിങ്ങൾ ആ സമയം ഫോണിന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിനെ സ്ലോലി പോയിസൺ ചെയ്യുകയാണ്, ശിക്ഷിക്കല്ലേ ശരിക്കും. മിക്ക ആളുകളും ജീവിതം നശിപ്പിക്കുന്നത് വലിയ തെറ്റുകൾ കൊണ്ടല്ല, ദിവസവും ആവർത്തിക്കുന്ന ചെറിയ വിഷശീലങ്ങളാലാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം ശരിയാ, അങ്ങനെ ഒരു തോന്നലുണ്ടാകും. കാരണം ഞാൻ ഈ പറഞ്ഞതെല്ലാം 90% ആളുകളുടെയും കഥയാണല്ലോ. ഇനി നമുക്ക് ബ്രെയിനിനുള്ളിൽ ഒന്ന് കയറി നോക്കാം. വരുന്നോ? ഞാൻ പറയുന്നത് ശാസ്ത്രമാ, ഫിലോസഫി അല്ല, മോട്ടിവേഷനും അല്ല, ഒരു വിഷല്ല. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ശാസ്ത്രമാണ്. 30 ദിവസം കൊണ്ട് ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യാമോ? പറ്റുമോ? 30 ദിവസം കൊണ്ട് പറ്റുമോ? യെസ്, അതെ പറ്റും. എന്താ വേണ്ടത്? മെത്തേഡാണ് വേണ്ടത്, സിസ്റ്റമാണ് വേണ്ടത്, റൂൾസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഇന്ന് ഒരു 35, 45, 55, 65 എത്ര വയസ്സായാലും ബ്രെയിന് മാറാൻ കഴിയും. ഏയ് മാമ എനിക്ക് ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പം എന്ത്, ഇങ്ങനെ തോന്നുന്നവരുണ്ടോ? വേണ്ട, മാറാൻ പറ്റും. നമ്മുടെ ബ്രെയിന് മാറാൻ കഴിയും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി മരിക്കുന്നില്ലല്ലോ. നിങ്ങൾ മരിക്കുന്നത് വരെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വൈകി എന്നൊരു ന്യായീകരണം ഇനി മുതൽ വേണ്ട, ഇത്രയൊക്കെ ആയില്ലേ എന്ന തോന്നൽ വേണ്ട. ഹാബിറ്റ് ലൂപ്പ് എങ്ങനെയാണ് ശീലങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്? എങ്ങനെയാ? ആദ്യം ഹാബിറ്റ് ലൂപ്പ് മനസ്സിലാക്കുക. ഏത് ശീലവും, നല്ലതോ ചീത്തയോ, ഒരു ലൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ട്രിഗർ, ഒരു ഉദാഹരണത്തിന് ബോറടി. നമുക്ക് ബോറടി ഉണ്ടാവില്ലേ? മക്കളൊക്കെ ഇപ്പം അധികവും പറയുന്ന വാക്കെന്താ? ബോറടിക്കുന്നത്, ഫോൺ നോക്കട്ടെ അല്ലെങ്കിൽ പാട്ട് കേൾക്കട്ടെ, അങ്ങനെയല്ലേ പറയുന്നത്? ബോറടി എന്ന് പറയുന്നത് കൂടുതൽ കേൾക്കുന്നില്ലേ ഇപ്പം മക്കളിലൂടെ? സ്ട്രെസ് അല്ലേ, നമ്മളിലല്ലേ സ്ട്രെസ് ഉള്ളത്? എന്തോ ഒരു ടെൻഷൻ, എന്തിനൊക്കെയോ ഒരു ടെൻഷൻ അല്ലേ? ഒഴിവ് സമയം, നമുക്ക് ഒഴിവ് സമയം ഉണ്ടോ? നമ്മളെ നോട്ടിഫിക്കേഷൻ സൗണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ഫോൺ എടുക്കും, അത് സ്ക്രോൾ ചെയ്യും, ഇതൊക്കെ കണക്റ്റാണ്. അതിനൊക്കെ എന്ത് വേണം? ആശ്വാസം വേണം. ഇതേ ലൂപ്പും നല്ല ശീലത്തിന് ഉപയോഗിക്കാം. രാവിലെ എഴുന്നേൽക്കുന്നു, പിന്നെ ഒന്ന് പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ ജേർണൽ ചെയ്യുക, പിന്നെ വ്യായാമം ചെയ്യണമെന്ന് തോന്നുക, 10 മിനിറ്റ് നടക്കെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ എനർജി കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം? മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യം തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. മസ്തിഷ്കത്തിന്റെ പുനർനിർമ്മാണ ശേഷി, ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇനി ന്യൂറോപ്ലാസ്റ്റിസിറ്റി വലിയ വാക്കാ അല്ലേ, പക്ഷെ അർത്ഥം ലളിതല്ലേ. നിങ്ങളുടെ ബ്രെയിനിന് പുതിയ
ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ. പഴയ പാത്വേസിനെ വീക്കൻ ചെയ്യാൻ പറ്റും. അതിന് കഴിയും. ഒരു വനത്തിലെ പാത പോലെ എത്ര തവണ ഒരു വഴിയിലൂടെ നടക്കുന്നുവോ ആ വഴി വീതിയും ആഴവും ഉള്ളതാവുന്നു അല്ലേ? നമ്മൾ നടക്കുന്ന നടപ്പാതയില്ലേ, അതിൽ കുറേ പേരിങ്ങനെ നടന്ന് കുറേ കാലം നടന്നു പോകും, നല്ലൊരു വഴിയായിട്ട് മാറും. അവിടെ ഇങ്ങനെ പുല്ലൊക്കെ കിളിർത്ത് നിൽക്കില്ലല്ലോ, പിന്നെ സൈഡിലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? നല്ല ഭംഗിയാവും, അവിടെ നല്ല വീതി വരും. അതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും ബ്രെയിനിൽ ഒരു ന്യൂറൽ പാത്വേ ആയിട്ട് മാറും. അതുകൊണ്ടാണ് പഴയ ശീലങ്ങൾ മാറ്റാൻ ബുദ്ധിമുട്ട്. കാരണം ബ്രെയിന് ആ പാത്വേ ശരിയായ വഴിയായിട്ട് തോന്നുന്നു. പക്ഷെ ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു പുതിയ വഴി ഉണ്ടാക്കാം. പുതിയ വഴി ഉണ്ടാക്കിക്കൂടെ? 21 ദിവസം ആദ്യത്തെ ചലഞ്ച്. 21 ദിവസം ഒരേ പുതിയ പ്രവൃത്തി ചെയ്യുക. ഇന്ന് മുതൽ ബ്രെയിൻ ആദ്യം ഒക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇതെനിക്ക് പറ്റുന്നതല്ല എന്ന് തോന്നും. പിന്നെ 90 ദിവസം ഓട്ടോമാറ്റിക് ആയിട്ട് 90 ദിവസത്തിന് ശേഷം ബ്രെയിന് ആ പുതിയ വഴി സ്വീകരിക്കും. ഞാൻ ഇങ്ങനെയുള്ള ആളാണ് എന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന എല്ലാ ദിവസവും തരുന്ന 8 പ്രാക്ടീസിൽ ഞാൻ പറയുന്നത്. 90 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ, അല്ലെങ്കിൽ അഫർമേഷൻ എഴുതൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഐഡന്റിറ്റി മാറ്റുന്ന ഒരു ശക്തിയുണ്ട്, റിപ്പീറ്റേഷൻ. ഇതാ ഏറ്റവും പവർഫുൾ ആയിട്ടൊക്കെയുള്ള കാര്യം എന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ ചേഞ്ചസ് ഐഡന്റിറ്റി. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ചിന്തകള്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന പ്രവൃത്തികള്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സംസാരം, ബ്രെയിൻ അതിനെ ഐഡന്റിറ്റി ആയിട്ട് സ്വീകരിക്കുന്നു. ഞാൻ ലേസി എന്ന് 1000 തവണ പറഞ്ഞാൽ ബ്രെയിൻ ലേസിനെസ്സിനുള്ള ഇന്റേണൽ മാപ്പ് ഉണ്ടാക്കും. നമ്മളെ ചിന്തയിൽ എന്ത് വേണം? പോസിറ്റീവ് വേണം. ഞാൻ കോൺഫിഡന്റ് എന്ന് 1000 തവണ പറഞ്ഞാൽ ബ്രെയിൻ കോൺഫിഡൻസിനുള്ള മാപ്പ് ഉണ്ടാക്കും. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് പറയണം? നെഗറ്റീവ് പറയണം. വേണോ? നെഗറ്റീവ് പറയണോ നമ്മള്? ഓക്കെ, നമ്മൾ എന്ത് പറയണം? പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ആ കോൺഫിഡന്റ്, അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളുള്ള മാപ്പാണ് ബ്രെയിൻ ഉണ്ടാക്കുന്നത്. നെഗറ്റീവ്സിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ അതിനെ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അഫർമേഷൻസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോർണിംഗ് റൊട്ടീൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡെയിലി പ്രാക്ടീസ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്നു, ബ്രെയിൻ നിങ്ങളെ ആക്കും. മോർണിംഗ് റൊട്ടീൻ, ദി ഗോൾഡൻ ഹവർ. ഇവിടെയാണ് മോർണിംഗ് റൊട്ടീൻ എന്ന കൺസെപ്റ്റ് വരുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന ആദ്യത്തെ 30-60 മിനിറ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിന് തീറ്റ സ്റ്റേറ്റിലാണ്. അതായത് ഹിപ്നോട്ടിക് അവസ്ഥ എന്ന് പറയും. പ്രോഗ്രാമിങ്ങിന് പറ്റിയ സമയം. ഈ സമയം എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട, നമുക്ക് അമൂല്യമായിട്ടുള്ള നിധി പോലെയുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ബ്രെയിൻ അതിനെ സാധാരണയായിട്ട് സ്വീകരിക്കും. നിങ്ങൾ രാവിലെ ഫോൺ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ അതിനെ നോർമൽ മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യും. എല്ലാ ദിവസവും ഇങ്ങനെ തുടങ്ങണമെന്ന് ബ്രെയിൻ കരുതും. നിങ്ങൾ രാവിലെ മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജേർണലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, റീഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ബ്രെയിൻ അതിനെ നോർമൽ മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യും. എല്ലാ ദിവസവും ഇങ്ങനെ തുടങ്ങണമെന്ന് ബ്രെയിൻ കരുതും. നിങ്ങൾക്ക് ഏത് മോർണിംഗ് റുട്ടീൻ വേണം, അത് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആലോചിക്കുക ഏത് വേണം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ആ ഒരു പവർ ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടത്? അതെ. ഡോപ്പമിൻ റീസെറ്റ് 9 ദിവസത്തെ ചലഞ്ചാ. ഡോപ്പമിൻ ഓവർലോഡായി എന്ന് പറഞ്ഞു അല്ലെ, പക്ഷെ അത് റീസെറ്റ് ചെയ്യാനും കഴിയും. ഡോപ്പമിൻ റീസെറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 9 ദിവസം വേണം. ഈ 9 ദിവസം ലോ ഡോപ്പമിൻ ആക്ടിവിറ്റീസ് ചെയ്യാം. ഡോപ്പമിൻ റീസെറ്റ് 9 days ഓഫ് ലോ ഡോപ്പമിൻ ആക്ടിവിറ്റീസ്. 9 ദിവസം. എങ്ങനെയാ? റീലുകൾ വേണ്ട,
ഗെയിമുകൾ വേണ്ട, ജങ്ക് ഫുഡ് വേണ്ട, സ്ഥിരമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വേണ്ട, ഉണർന്നതിന് ശേഷം ആദ്യ മണിക്കൂർ ഫോൺ വേണ്ട. 9 ദിവസം പ്രകൃതിയിൽ നടക്കുക, ഒരു പുസ്തകം വായിക്കുക, നിശബ്ദമായിട്ട് ഇങ്ങനെ മെഡിറ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, മോർണിംഗ് പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. ജേർണലിംഗ്, ഒരു സമയം ഒരു ടാസ്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു ടാസ്ക്. 9 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഡോപ്പമൈൻ റിസപ്റ്ററുകൾ റീജനറേറ്റ് ചെയ്യും, സെൻസിറ്റിവിറ്റി തിരികെ വരും. അപ്പോൾ രാവിലെ ചായ കുടിക്കുമ്പോൾ സന്തോഷം കിട്ടും, ഒരു നടത്തം കഴിയുമ്പോൾ സംതൃപ്തി ഉണ്ടാവും, ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് വായിച്ചാൽ നല്ല നേട്ടം ഉണ്ടാവും, നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കഴിയും. ബ്രെയിൻ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡോപ്പമിൻ റീസെറ്റ് ചെയ്യാണ്, നിങ്ങളുടെ ബ്രെയിനിനെ ഏറ്റവും സൂപ്പർ ആക്കി വെക്കുകയാണ്. അത് ലൈഫ് ചേഞ്ചിങ് ആ. 30 ദിവസത്തെ റീപ്രോഗ്രാമിങ് സയൻസ് പറയുന്നത് ഇതാ. എന്താ 30 ദിവസം കൊണ്ട് ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യാമോ എന്ന് ഡൗട്ട് ഉണ്ടോ? 21 ദിവസം പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാക്കാൻ തുടങ്ങും. 21 ദിവസം കൊണ്ട് പുതിയത്. 30 ദിവസം പാത്വേ സ്ട്രെങ്തൻ ആകും. 45 ദിവസം ഓട്ടോമാറ്റിക് ആകാൻ തുടങ്ങും. 90 ദിവസം ആകുമ്പോൾക്ക് ന്യൂ ഐഡന്റിറ്റി ആവും. അതാണ് ഈ 90 ദിവസം എന്ന് പറയുന്നത്. 90 ദിവസം. ഈ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്തനുഭവപ്പെടും? ഊർജനില, നമ്മുടെ എനർജി ഉയർന്നത് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടും. ബ്രെയിൻ ഫോഗ് കുറഞ്ഞത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഫോക്കസ് മെച്ചപ്പെട്ടത് അറിയാൻ സാധിക്കും. നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. മൂഡ് സ്ഥിരമായിട്ട്, ആത്മവിശ്വാസം വർദ്ധിക്കും, കോൺഫിഡൻറ്റ് ഉണ്ടാവും. ഈ 30 ദിവസത്തിനുള്ളിൽ മിറാക്കിൾ സംഭവിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് തോന്നും എനിക്ക് മാറാൻ കഴിയും എന്ന്. ആ വിശ്വാസം എല്ലാത്തിനും മുകളിലാണ്. അതാണ്, വിശ്വാസമാണെല്ലാം. ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലൈഫ് റീസെറ്റ് ഫോർമുലയാണ്. 30 ദിവസത്തേക്കാ. 7 പില്ലേഴ്സ്, 7 റീസെറ്റുകൾ. 30 ദിവസം മാത്രമാണ്. ജീവിതകാലം മുഴുവനും എന്തുണ്ട്? അതിന് നേട്ടമുണ്ട്. വേക്കപ്പ് റീസെറ്റ്. രാവിലെ അതിരാവിലെ എഴുന്നേൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരു 5-6 ഉള്ളിൽ ചലഞ്ചാണേ. ഞാൻ രാത്രി ഉറങ്ങുന്നില്ല എന്ന് പറയരുത്. സ്ലീപ്പ് ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്യണം. രാത്രി 10:30 ഫോൺ ഓഫ് ചെയ്യാം. ഒരു 11 മണിക്കെങ്കിലും ഉറങ്ങിക്കൂടെ? രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കാം. ഓക്കെ. കാരണം ആ സമയത്ത് ലോകം നിശബ്ദമാണ്, ട്രാഫിക് നോയ്സ് ഇല്ല, ഫോൺ നോട്ടിഫിക്കേഷൻസ് കുറവാണ്, ബ്രെയിൻ ഫ്രഷ് ആണ്, വിൽ പവർ ഹൈ ആണ്. 30 ദിവസം മോർണിംഗ് വോക്കറായിട്ട് മാറുക. നിങ്ങൾക്ക് കാണാം, നഗരം ഉറങ്ങുന്നു, നിങ്ങൾ ഉണരുന്നു. എന്ത് രസാന്നറിയാം? നഗരം ഉറങ്ങുന്നു, നിങ്ങൾ ഉണരുന്നു. ആ പവർ മറ്റൊന്നുമല്ല. രണ്ടാമത്തെ ഒരു കാര്യം മൊബൈൽ കൺട്രോൾ ആണ്. ഫസ്റ്റ് 1 അവർ നോ ഫോൺ. ഒരു കാരണവശാലും പറഞ്ഞല്ല, എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കാതിരിക്കുക. 1 മണിക്കൂറെങ്കിലും എടുക്കാതിരിക്കുക ഫോൺ. എന്നിട്ട് മുഖമൊക്കെ കഴുകി നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് എല്ലാ പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് 2 ഗ്ലാസ് വെള്ളമെങ്കിലും, നല്ല വെള്ളം കുടിച്ച് വ്യായാമോ നടത്തോ എന്തെങ്കിലും ചെയ്ത് ജേർണലിംഗ് ഒക്കെ ചെയ്തു, റീഡിംഗ് ഒക്കെ ചെയ്തു. ഫോൺ ആദ്യം എടുക്കുന്നത് റിയാക്ഷനാണ്. റിയാക്ഷനായിട്ട് ജീവിക്കരുത്. ഫോൺ മാറ്റി വെച്ചു നമ്മൾ. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു 1 അവറാണ് നമ്മളെ വാല്യുബിൾ ടൈം. ആക്ഷനായിട്ട് ജീവിക്കുക. റിയാക്ഷനായിട്ട് ജീവിക്കുന്നത് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. 30 ദിവസം ഈ റൂള് പാലിക്കുക. ബ്രെയിന് പുതിയ പാത്വേ ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യം ബോഡി റീസെറ്റാ. വാക്കിംഗ് പ്ലേസ്, എക്സസൈസ്, നോ എക്സ്ക്യൂസ്. തീർച്ചയായിട്ടും എന്ത് വേണം? നമുക്ക് വ്യായാമം വേണം. ഒഴിവ് കഴിവുകളൊന്നും ഉണ്ടാകരുത്. വാക്കിങ്ങോ എന്തെങ്കിലും എൻഡോർഫിനുകൾ റിലീസ് ചെയ്യാണ് ചെയ്യുക. എൻഡോർഫിൻ, പിന്നെ പ്രകൃതിദത്തമായ വേദന സംഹാരി അല്ലേ, അതൊക്കെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ മാനസികാവസ്ഥ ഉയർത്താനൊക്കെ എന്ത് വേണം? വ്യായാമം വേണം. നാച്ചുറൽ പെയിൻ കില്ലർ പ്ലസ് മൂഡ് എലവേറ്ററാണ് എൻഡോർഫിൻസ്.
ബോഡി റീസെറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ കെമിസ്ട്രി ഉടനെ മാറും. 30 ദിവസം വീട്ടിനുള്ളിലെങ്കിലും നടക്കുക, മുകളിലും താഴെയും പാർക്കിലും എനിവ. ബോഡി ആൻഡ് ബ്രെയിൻ ആർ കണക്റ്റഡ്. ബോഡി മൂവ് ചെയ്താൽ ബ്രെയിൻ ചേഞ്ച് ചെയ്യും. 4ാമത്തെ കാര്യം മൈൻഡ് റീസെറ്റാണ്. ജേർണലിങ് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഒരു 10 മിനിറ്റെങ്കിലും ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും എഴുതുക വാട്ട് ഐ ആം ഫീലിംഗ്. ഓവർ തിങ്കിങ്ങിന് ഇതാണ് ഏറ്റവും നല്ല മരുന്ന്. തോട്ട്സിനെ പേപ്പറിൽ എഴുതിയിട്ട് കത്തിച്ച് കളയാം, മൈൻഡ് ക്ലിയർ ആവും. എന്താണോ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ പേപ്പറിൽ എഴുതുക, ആർക്കും കാണിക്കാതെ കത്തിച്ച് കളയാം. നിങ്ങളും വായിക്കണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ മെഡിറ്റേഷനാണ്. 5 മിനിറ്റ് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. അപ്പം എന്താവും? സ്ട്രെസ് ഹോർമോൺസ് കുറയും. ഓക്കെ, അപ്പോൾ മൈൻഡ് റീസെറ്റ് ഈസ് ഈക്വൽ ടു ഓവർ തിങ്കിങ് സ്റ്റോപ്പ് പ്ലസ് ക്ലാരിറ്റി സ്റ്റാർട്ട്. മനസ്സിൻ്റെ പുതിയ പുനഃക്രമീകരണമാണ്. അമിതമായിട്ട് ചിന്തിക്കുന്നത് നിർത്തും, വ്യക്തത ആരംഭിക്കും, ക്ലാരിറ്റി. 5ാമത്തെ കാര്യം ലേണിംഗ് റീസെറ്റാണ്. 30 മിനിറ്റ് ഡെയിലി ലേണിംഗ്. ബുക്ക് വായിക്കുക, എന്താണോ സ്കില്ല് അത് ചെയ്യുക, കോഴ്സ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ തലച്ചോറിനെ വളർത്തുന്ന എന്തും ആവാം. ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, ആ കഴിവിനെ തിരിച്ചറിയാം, അത് ചെയ്യാം. വയസ്സൊരു പ്രശ്നേ അല്ല. ബ്രെയിനിന് ന്യൂ ഇൻഫർമേഷൻ വേണം. ന്യൂ ഇൻഫർമേഷൻ, ന്യൂറൽ കണക്ഷൻസ് ഇസ് ഈക്വൽ ടു ന്യൂ പോസിബിലിറ്റീസ്. 30 ദിവസം ഒരേ ടോപ്പിക്കിൽ ലേൺ ചെയ്യാം. എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ അല്ലേ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ മാർക്കറ്റിംഗ്, കോഡിംഗ്, ലാംഗ്വേജ്, ഇൻവെസ്റ്റിംഗ്, ഇറ്റ്സ് ഓക്കെ, എന്തും ആവാം. 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ന്യൂ കോൺഫിഡൻസ് ഉണ്ടാക്കും. എനിക്ക് പഠിക്കാൻ കഴിയും എന്ന ഐഡന്റിറ്റി ഉണ്ടാവും. എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് എന്തിനും സാധിക്കും, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നത് വരും. 6ാമത്തെ കാര്യം റിലേഷൻഷിപ്പ് റീസെറ്റ് ആണ്. ടോക്സിക് ആളുകളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് അവരോട് പറയണമെന്നില്ല. സ്ലോ ഡിസ്റ്റൻസ്, പ്രൊട്ടക്ട് യുവർ എനർജി. ആരാണ് ടോക്സിക്? നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഫണ്ണാക്കുന്നവർ, നിങ്ങൾക്ക് മുന്നിൽ മാത്രം കള്ളച്ചിരി കാണിക്കുന്നവർ, എനർജി ഡ്രെയിൻ ചെയ്യുന്നവർ. ഇവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിറ്റാച്ച് ചെയ്യണം. മനസ്സുകൊണ്ടെങ്കിലും ഡിറ്റാച്ച് ചെയ്യുക. അവരോട് ഇങ്ങനെ പറയണ്ട, അവരെ വേദനിപ്പിക്കാതെ ഡിറ്റാച്ച് ചെയ്യാം, ഐഡിയപരമായിട്ട് ചെയ്യാം. ന്യൂ പീപ്പിൾ, ന്യൂ എൻവയോൺമെന്റ്, ന്യൂ എനർജി, എല്ലാം പുതിയത്. പിന്നെ 7ാമത്തെ കാര്യം സ്പിരിച്വൽ റീസെറ്റ് ആണ്. നമ്മൾ പ്രാർത്ഥന, ഗ്രാറ്റിറ്റ്യൂഡ്, 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു 3 കാര്യങ്ങളും എഴുതുക. ടുഡേ ഐ ആം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഇല്ലാത്തതിനെ കുറിച്ചുള്ള ചിന്തയെ നിർത്തുന്ന ഒരു ടൂളാണ്. എനിക്ക് ഇതില്ല, അതില്ല, അത് കമ്പാരിസൺ ആണ്. എനിക്ക് ഇതുണ്ട്, അതുണ്ട് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഉണ്ട്, നമുക്ക് എന്താണോ കിട്ടേണ്ടത്, ഇനി കിട്ടാനുള്ളത് അതും നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, എഴുതാം, മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കാം. ബ്രെയിൻ അബൻഡൻസ് മൈൻഡ് സെറ്റ് ലേൺ ചെയ്യും. റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസാണ്. നമുക്ക് പരിവർത്തനത്തോടുള്ള ഒരു ആസക്തി. ഒരു 10 വർഷം ഒരാള് മദ്യത്തിന് അടിമയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അവരുടെ ജോലി പോയിട്ടുണ്ട്, കുടുംബ ബന്ധം അകന്നു പോയിട്ടുണ്ട്. ഒരു രാത്രി അയാൾ ചിന്തിച്ചു, ഇനിയും ഇത് തന്നെയോ, ഇങ്ങനെ ഞാൻ എത്ര കാലം ഇങ്ങനെ. ഈ 30 ദിവസം ഈ 7 കാര്യങ്ങൾ അവർ ചെയ്തു. 10 വർഷമാണ് മദ്യപാനിയായത്. ആദ്യത്തെ 5 ദിവസം അവർക്ക് വിറച്ചു, 10ാം ദിവസം ഒന്ന് തെന്നി ഇങ്ങനെ. പിന്നെ ഒരു ദിവസം അയാൾക്ക് തോന്നി എനിക്കിത് വേണ്ട. 90 ദിവസം അയാൾ എന്തായി? ക്ലീനായി. ഇന്ന് അയാൾ ഒരു കൗൺസിലറാണ്, മറ്റുള്ളവരെ അഡിഷനിൽ നിന്ന് പുറത്തെടുക്കുന്നു. എന്താണ് അവിടെ മാറിയത്? ആ മദ്യപാനിയിൽ നിന്ന് കൗൺസിലർ ആക്കിയത് എന്താണ്? ബ്രെയിൻ്റെ റീപ്രോഗ്രാം ആണ്.
ഐഡന്റിറ്റി ചേഞ്ച് ആണ്. അപ്പൊ നമുക്കത് പറ്റില്ലേ? നമുക്ക് പറ്റില്ലേ? പറ്റും. ഒരു പെൺകുട്ടി വീട്ടിലെ സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉണ്ട്, പ്രയാസമുണ്ട്. 20-ാം വയസ്സിലെ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടായി. എല്ലാവരും പറഞ്ഞു നിനക്ക് ഒന്നും ആകാൻ പറ്റില്ല എന്ന്. അവള് 30 ദിവസം, എല്ലാ ദിവസവും 30 മിനിറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. 45-ാം ദിവസം ഒരു ചെറിയ ഒരു ജോലി, 90-ാം ദിവസം ആദ്യത്തെ സാലറി കിട്ടി. ഇന്ന് അവൾക്കൊരു സ്വന്തമായിട്ടൊരു ഏജൻസി ഉണ്ട്. ആരാണോ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞത്, ആ പറയുന്നവരെ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവൾ എന്തായി? അവള് നന്നായിട്ട് മാറിയില്ലേ? കൺസിസ്റ്റൻസി, ലേണിംഗ്, ഐഡന്റിറ്റി. ഒരു മനുഷ്യന് ഹൈ പെയിൻ ജോബാണ്, ഫാമിലി ഉണ്ട്, കാറുണ്ട്, വീടുണ്ട്, പക്ഷെ ഉള്ളില് ശൂന്യതയാ, രാത്രി ഉറക്കില്ല, നെഗറ്റീവ് തോട്ട്സ് ആണ്. അവർക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഒരു ദിവസം അയാള് 7 കാര്യങ്ങൾ തീരുമാനിച്ചു. വേക്കപ്പ് ഏർലി, നോ ഫോൺ ഫസ്റ്റ് അവർ, വർക്ക്, ജേർണൽ, ലേൺ, ഡിസ്റ്റൻസ് ഫ്രോം ടോക്സിക്, ഗ്രാറ്റിറ്റ്യൂഡ്. 20-ാം ദിവസം ഒരു ചെറിയ ചിരി, സ്വയമായിട്ട് ചിരിക്കാൻ തുടങ്ങി. 40-ാമത്തെ ദിവസം സ്ലീപ്പ് ഇംപ്രൂവ്ഡ്, ഉറക്കത്തിലൊക്കെ നല്ല ഒരു സുഖം കിട്ടി. 90-ാമത്തെ ദിവസം കംപ്ലീറ്റ് മരുന്നും നിർത്തി. ഇന്ന് അയാൾ എന്താണ്? വളരെ 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 ഹാപ്പിയാണ്. ഡോക്ടർമാർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇറ്റ്സ് എ മിറാക്കിൾ. ഡോക്ടർമാർ അങ്ങനെ പറയാം, ഇറ്റ്സ് എ മിറാക്കിൾ. പക്ഷെ സത്യത്തിൽ അത് എന്താണ്? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണ്, ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് ആണ്. ആ റീപ്രോഗ്രാം ചെയ്യാണ്ട് വെറുതെ മരുന്ന് മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ജീവിതം മാറാൻ ചിലപ്പോൾ ഒരു ഡിസിഷൻ മതി. പക്ഷേ ആ ഡിസിഷൻ കൺസിസ്റ്റൻസ് ആക്ഷൻ ആകണം. ഈ സ്റ്റോറീസിലെ ആളുകള് അസാധാരണത്വമുള്ളവരൊന്നും അല്ല, അവര് കൺസിസ്റ്റന്റ് ആയിരുന്നു. നിങ്ങളും അങ്ങനെ കൺസിസ്റ്റൻസ് ആവുക. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം 30 ദിവസത്തെ ചലഞ്ച് നിങ്ങൾ തുടങ്ങാൻ റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ സിമ്പിൾ റൂൾസ്. ഒന്നാമത്തത്, ഏർലി വേക്കപ്പ്, 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുക. രണ്ടാമത്തത്, നോ നെഗറ്റീവ് സെൽഫ് ടോക്ക്. സ്വന്തത്തെ എങ്ങനെ നെഗറ്റീവായിട്ട് പറയാതിരിക്കുക, സ്വന്തത്തെ ശപിക്കാതിരിക്കുക, എനിക്ക് പറ്റില്ല അങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കുക. മൂന്നാമത്തത്, ഡെയിലി റീഡിങ്, 10 പേജെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നാലാമത്തത്, 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക, നടത്തായാലും മതി. പിന്നെ 5-ാമത്തത്, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം. എന്തിനും നന്ദി പറയാം. എന്ത് കാര്യം നമുക്ക് മനസ്സിലൊരു പ്ലസ് പോയിന്റ് തോന്നിയാൽ പോലും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, താങ്ക്സ് പറയാം. 3 കാര്യങ്ങളെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. കിട്ടിയതായാലും ഇനി കിട്ടാൻ പോകുന്നതായാലും ഡെയിലി എഴുതുക. 90 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസമെങ്കിലും. നോ ബ്രേക്ക്, നോ എക്സ്ക്യൂസ്. നോ ബ്രേക്ക്, നോ എക്സ്ക്യൂസ്. ഇത് നാളെ എന്നും ഒരു ദിവസം പോലും മാറ്റിവെക്കാനില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് 100% എന്ന് ആഗ്രഹിക്കുന്നവര് കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കും. അത് ഫിൽ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഇമെയിൽ 30 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ ട്രാക്കർ ഫ്രീ PDF ലഭിക്കും. എന്താ? ഭയം വിധിയെ നശിപ്പിക്കുന്നു. പിന്നെ പരാജയ ഭയമുണ്ടാവാം, ആളുകളെ കുറിച്ചുള്ള ഭയമുണ്ടാവാം, പിന്നെ ആരംഭിക്കാനുള്ള ഭയമുണ്ടാവാം, സ്റ്റാർട്ടിങ് ട്രബിൾ. വിധിയെക്കുറിച്ചുള്ള ഭയമുണ്ടാവാം, വിജയത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാവാം. ഭയം എന്നാൽ യഥാർത്ഥമെന്ന് തോന്നുന്ന തെറ്റായ തെളിവുകളാണ്. നിങ്ങളുടെ ബ്രെയിന് ഒരു കെട്ടുകഥ ഉണ്ടാക്കി, നിങ്ങൾ അത് വിശ്വസിച്ചു, നിങ്ങൾ അത് അനുസരിച്ച് ജീവിച്ചു. ഇനി അത് വേണോ? ഇനി അത് വേണ്ട. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ പ്രസന്റ് വേർഷൻ ചേഞ്ച് ആക്കണം.
നിങ്ങൾക്ക് ചേഞ്ച് വേണം, അത് ഇന്ന് തുടങ്ങും. നാളെയല്ല, തിങ്കളാഴ്ചയല്ല, ഇന്ന്. അടുത്ത മാസമല്ല, ഇപ്പോൾ തുടങ്ങും. 30 ദിവസം കഴിഞ്ഞ് മിറാക്കിൾ സംഭവിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ പഴയ ആളായിരിക്കില്ല. നിങ്ങൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, ന്യൂറൽ പാത്വേസ് മാറ്റാൻ തുടങ്ങി, ഐഡന്റിറ്റി അപ്ഗ്രേഡ് ആയാൻ തുടങ്ങി. 30 ദിവസത്തെ വെല്ലുവിളി. 1-ാം ദിവസം നാളെ രാവിലെ ആരംഭിക്കും. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? 5 മണിക്ക് എഴുന്നേൽക്കും. 1 മണിക്കൂർ നിങ്ങൾ ഫോൺ എടുക്കൂല. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതൂലേ? നിങ്ങളെ എക്സസൈസ് ചെയ്യൂലേ? 30 ദിവസം മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ 30 ദിവസം, പക്ഷെ ഏറ്റവും പവർഫുള്ളായ 30 ദിവസമായിരിക്കണം. ഞാൻ നിന്നിൽ വിശ്വസിക്കുകയാണ്, നിങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പോവാ, ചേഞ്ച് യുവർ ബ്രെയിൻ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റുക. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ആ ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തൊക്കെയോ പഠിക്കാനുണ്ടായിരുന്നു, എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ടായിരുന്നു. ഇതാണ് പറയുന്നത്, നമ്മളെ ഈ അറിവ് നേടുക പറഞ്ഞ എവിടെ എത്തൂല. നമുക്ക് അറിവുകൾ വീണ്ടും 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 ചൈനയിൽ പോയെങ്കിലും വിദ്യ അഭ്യസിക്കട്ടെ എന്നുള്ളത് നമ്മളോട് പറഞ്ഞത് വെറുതൊന്നുമല്ല. അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ അത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ജീവിതത്തിലൊക്കെ പകർത്തുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വന്തത്തിന് വേണ്ടിയിട്ട് അറിയാനുണ്ട്. ഒരുപാട് തിരിച്ചറിവുകൾ മേമ തന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വാട്സപ്പിൽ നമ്മളെ ഗ്രൂപ്പിലൊക്കെ വിടാം. ഇപ്പം ഒരു മാം എന്താ ചോദിച്ചിട്ട് 5 കാര്യം ചോദിച്ചിട്ട് ഞാനിപ്പോ അതാണ് ടൈപ്പ് ചെയ്ത് വിട്ടത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് അറിവുകൾ നേടി ഒരുപാട് ആളുകളിലേക്ക് ഇനിയും മാമിന് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പകർത്താൻ കഴിയട്ടെ. എല്ലാവർക്കും ഒരുപാട് മിറാക്കിൾ സംഭവിക്കട്ടെ ഈ ഒരു അറിവിലൂടെ. ഫിസിറ മാമിനെ ഞമ്മക്ക് കിട്ടിയത് ഞാൻ എപ്പോഴും പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഓരോരുത്തരും ഓരോ നിമിത്താണല്ലോ. താങ്ക് യു സോ മച്ച് ടു ഓൾ. താങ്ക് യു ഇസ്രാമേ. അൽഹംദുലില്ലാ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കുമായി വന്നു ഇത് ഭംഗിയാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. അതിന് നമുക്കെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞതിന് അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച്. ജസീല, ഇന്നത്തെ ക്ലാസ് ഞാൻ വീഡിയോയിൽ വരാത്തതിക്ക് കുറച്ച് വയ്യ പറഞ്ഞ മുഖം ചന്തല്ല. പിന്നെ ഇന്നത്തെ ക്ലാസ് ഉണ്ടല്ലോ, എന്താ അവയർനെസ് എന്റെ മോളെ, ആഴത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ചു കയറുന്ന നമ്മളെ വീണ്ടും ഇനി എവിടേക്കോ ഇനിയും മാറ്റം വരാനുണ്ട്. അത്രയും നല്ല അവയർനെസ് കേട്ടോ. വീഡിയോ ഇത് കിട്ടൂലോ അല്ലെ? നമുക്ക് വീണ്ടും കേൾക്കണം. നോട്ട്സ് എഴുതി എടുത്തിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കേണ്ട അത്ര അവയർനെസ് ആണ്. അത് പക്വമായ ഭാഷയിൽ ലളിതമായിട്ട് എന്താ അവതരണ രീതി, ഒരു സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്ക് എത്തുന്ന വാക്കുകള്. അത്രയും തന്മയത്വത്തോടു കൂടി മോള് പറഞ്ഞു തന്നതിനെ കോടാനുകൂടി നന്ദി പറയണം. ഹൃദയത്തിന്റെ അടുത്തുനിന്നും നന്ദി. അത്രയും നല്ല അവയർനെസ് ആയിരുന്നു. എനിക്കൊക്കെ ശരിക്ക് എന്താ പറയേണ്ടത്, എവിടെ എത്തി എന്നുള്ളത്, ഞാനിപ്പോ എവിടെ എത്തിയിട്ടില്ല എന്നുള്ള തോന്നല വന്ന്. ഇനി ഇത് ശരിക്കും സൂപ്പർ, വാക്കുകളില്ല, അത്രയും നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച് മോളെ. എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തി നൽകട്ടെ. വീണ്ടും ഞങ്ങളെ ഉണർത്താനും ഉയർത്താനും മോൾക്ക് സാധിക്കട്ടെ. എല്ലാവരിലേക്കും ഈ വെളിച്ചം എത്താൻ സാധിക്കട്ടെ. അത്രയും നല്ല എല്ലാ ബ്ലെസ്സിങ്സും ഞങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സോ ഇത് എൻ്റെ ആദ്യത്തെ ടൈമാണ്. സോ മാം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. എസ്പെഷ്യലി എനിക്ക് ഈ മൊബൈല് നോട്ടോ അല്ല, ബേസിക്കലി ഞാൻ ഓഡിയോ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അപ്പം അതൊന്ന് മാറ്റി കിട്ടണമെന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ അനിയത്തിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം എന്നോട് അതൊക്കെ പറഞ്ഞിട്ട് അപ്പം ഐ ട്രൈ ടു ഡു ഇറ്റ് ടുമോറോ ഇറ്റ് സെൽഫ്. ഐ മീൻ ടുമോറോ അല്ല, ടുഡേ ഇറ്റ് സെൽഫ്, ഈവനിങ് തൊട്ട്. ആൻഡ് എനിക്ക് അങ്ങനെ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ മാറ്റാനുണ്ട്. അപ്പം ഐ വിൽ ഗിവ് മൈ ബെസ്റ്റ്. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സലാമേ. ക്ലാസ് ആയിരുന്നു. ഞാൻ ഉണ്ണിനെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു നോക്കിച്ചിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. കേട്ടിരുന്നു. സൂപ്പർ. നന്നായിട്ട് താങ്ക് യു മാം. സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു അമിന മാം. ആമീൻ. സുലോചന മാം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. മറിയം മാം. ജസീറ മാം, സൂപ്പർ ക്ലാസ് ഇട്ടാ. നല്ല അവയർനെസ് എല്ലാവരും താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ്
ഇനിയും മാമിന് ഇതുപോലെ നല്ല നല്ല ക്ലാസ് കൊണ്ടുവരാൻ പ്രപഞ്ച സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഞങ്ങൾക്കും അതിൽ പങ്കെടുക്കാൻ നല്ല ക്ലാസ് ഇനിയും അതിന് അവസരം ലഭിക്കട്ടെ. താങ്ക് യു സുലോചന മാം. പ്രാർത്ഥനയിലും വിഷയം ഉൾപ്പെടുത്തണം എല്ലാവരും കേട്ടോ. അൽഹംദുലില്ലാ നല്ല ക്ലാസ് ആയിരുന്നു മാം.